ദെൻ ഇന്ന് നമുക്ക് പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട എക്സാമിന് ചോദിക്കുന്ന ഒന്നാണ്. നമ്മൾ നേരത്തെ പഠിച്ചത് എന്താണ്? പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡാണ് പഠിച്ചതെങ്കിൽ അടുത്ത പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ ആണ്. എന്താണ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ എന്ന് ചോദിച്ചാൽ, പ്രൈസിലും ക്വാണ്ടിറ്റിയും ഇത് തമ്മിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ എത്രമാത്രം വർധനവാണ് സപ്ലൈയിൽ ഉണ്ടായത്. പ്രൈസും ക്വാണ്ടിറ്റിയും എന്താണ്, അല്ലെങ്കിൽ എത്രമാത്രം ചേഞ്ച്, വർധന എന്ന് പറയാൻ പറ്റില്ല, ചേഞ്ച്, എത്രമാത്രം ചേഞ്ചാണ് സപ്ലൈയിൽ ഉണ്ടായത് എന്ന ആ ചേഞ്ചിൻ്റെ തോതിനെ, റേറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രൈസ് ഇലാസ്റ്റിറ്റി. കേട്ടോ, പ്രൈസ് ഇലാസ്റ്റിറ്റി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ സപ്ലൈയിലുണ്ടായ ചേഞ്ചിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ചിനെയാണ് എന്ത് വിളിക്കുന്നത്? പ്രൈസ് ഇലാസ്റ്റിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദെൻ ആ പ്രൈസ് ഇലാസ്റ്റിറ്റിയുടെ ഒരു പ്രോബ്ലമാണ് പരീക്ഷയ്ക്ക് ചോദിക്കും. സപ്ലൈയുടെ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈയുടെ പ്രോബ്ലമാണ് എക്സാമിന് ചോദിക്കും. നമുക്കറിയാം പ്രൈസ് ഇലാസ്റ്റിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. നമ്മുടെ ഡിമാൻഡിൻ്റെ ഇലാസ്റ്റിറ്റി കണ്ടുപിടിക്കുന്ന അതേ ഇക്വേഷനാണ് സപ്ലൈയുടെയും ഇക്വേഷൻ എന്ന് പറയുന്നത്. ഏതാണ്? ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. മറക്കരുത്, ഡെൽറ്റ ക്യൂ മുകളിൽ എഴുതിയാൽ ഡെൽറ്റ പി താഴെ എഴുതുക, പിന്നെ പറയേണ്ടത് പി ബൈ ക്യൂ ആണ്. ഓക്കെ ആണല്ലോ? അതിനിവിടെ പി എന്താണ്, ക്യൂ എന്താണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് ഈ പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത, ഈ പ്രോബ്ലത്തിൽ പ്രൈസ് ഇലാസ്റ്റിറ്റി തന്നിട്ടുണ്ട്. നോക്കിയേ, ഒരു സെല്ലർ, എ എന്ന് പറയുന്ന സെല്ലർ 100 കിലോഗ്രാം സപ്ലൈ ചെയ്യണം. 100 കിലോഗ്രാം ഗുഡ്സ് ആണ് സപ്ലൈ ചെയ്യുന്നത്. റൈസ്, അരി 100 കിലോഗ്രാം അരിയാണ്. 100 കിലോഗ്രാം അരിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സപ്ലൈ ചെയ്യുന്നത്. എത്ര രൂപയ്ക്കാണ്? 25 രൂപയ്ക്കാണ്. അപ്പം ഞാനിവിടെ എഴുതുകയാണ്, ക്യൂ എന്ന് പറയുന്നത് 100 ആണ് എന്ന് കൂട്ടുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രൈസ് എത്രയാണ് കൊടുത്തിട്ടുണ്ടല്ലോ? എത്രയാ? 25 ആണല്ലോ. 100 കിലോഗ്രാം സപ്ലൈ ചെയ്യുമ്പോൾ എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്? സപ്ലൈ എന്ന് പറഞ്ഞാൽ വിൽക്കാനുള്ള ടെൻഡൻസിയാണ്. മനസ്സിലായല്ലോ? വാങ്ങിക്കാനുള്ള ടെൻഡൻസി അല്ല, അല്ലയോ? അപ്പോൾ നമുക്കറിയാം, ഒരു കാര്യം നമുക്കറിയാം, കൂടുതൽ പ്രൈസ് ഉള്ളപ്പോഴാണോ വിൽക്കാനുള്ള ടെൻഡൻസി കൂടുന്നത്, അതോ കുറഞ്ഞ പ്രൈസ് ഉള്ളപ്പോഴാണോ? കൂടുതൽ പ്രൈസ്. കാര്യം എന്താ? പ്രൈസ് കൂടിയാൽ സപ്ലൈ കൂടുതൽ ചെയ്യാൻ താല്പര്യം ഉണ്ടാകും. കാര്യം എന്താ? കൂടുതൽ വിറ്റാൽ എന്ത് കിട്ടും? കൂടുതൽ ലാഭം കിട്ടുമല്ലോ, കൂടുതൽ വിലയ്ക്ക് വിറ്റാൽ, അല്ലേ? അപ്പം വില കൂടിയാൽ സപ്ലൈ എന്ത് ചെയ്യും? കൂടും. അങ്ങനെയല്ലോടാ, നമ്മുടെ വീട്ടിൽ എന്താണ്, ചീനി കൃഷി ഉണ്ടെന്ന് കിട്ടുക, മാർക്കറ്റിൽ ചീനിക്ക് നല്ല വില. അപ്പം നമ്മളെന്താണ്, സപ്ലൈ ചെയ്യാനുള്ള താല്പര്യം നമുക്ക് കൂടത്തില്ലയോ? അല്ലയോ? നമ്മളൊണ്ട് മാർക്കറ്റ് കൊണ്ട് വിൽക്കാനുള്ള താല്പര്യം കൂടത്തില്ലയോ? എക്സാമ്പിൾ അത്രയേ ഉള്ളൂ. അപ്പം ഇവിടെ 100 ക്വാണ്ടിറ്റി, 100 കിലോഗ്രാമിൻ്റെ എന്താണ് റൈസ് അവൻ 25 രൂപയ്ക്കാണ്. 1 കിലോഗ്രാം എത്ര രൂപയാണ്? 25 രൂപയ്ക്കാണ് വിൽക്കുന്നത്. എന്നിട്ട് പ്രൈസ് ഇലാസ്റ്റിറ്റി കൊടുത്തിട്ടുണ്ട് 2. അപ്പോൾ നമ്മൾ പ്രൈസ് ഇലാസ്റ്റിറ്റി ഇവിടെ ഞാൻ എഴുതുകയാണ്, ഈസ് ഈക്വൽ ടു 2 എന്ന് എഴുതി. 2 പ്രൈസ് ഇലാസ്റ്റിറ്റി തന്നിട്ടുണ്ട് 2. അങ്ങനെയാണ് ചോദ്യം, വാട്ട് പ്രൈസ്, എത്ര രൂപയ്ക്കാണ് 150 കിലോഗ്രാമിൻ്റെ ഗുഡ്സ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്? വിൽക്കുന്നതാണ്, വാങ്ങിക്കുകയല്ല. ഡിമാൻഡിലാണ് വാങ്ങൽ, സപ്ലൈക്ക് തിരിച്ചാണ്. നമ്മൾ 100 കിലോഗ്രാം 150 കിലോഗ്രാം ഗുഡ്സ് നമ്മൾ വിൽക്കാൻ, 150 കിലോഗ്രാം ഗുഡ്സ് നമ്മൾ വിൽക്കാൻ എത്ര രൂപയ്ക്കാണ് നമ്മൾ തയ്യാറാവുന്നത്, അല്ലേ? അല്ലയോ? അപ്പോൾ നമ്മളെ ഇവിടെ Q1 എന്ന് പറഞ്ഞാൽ നമ്മൾ, അല്ല Q2 എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് എത്രയാ? Q2 എന്ന് പറഞ്ഞാൽ എത്രയാ? ഇത് Q1 ആണ്, ഇത് Q2 കൊടുക്കുന്നത് എത്രയാ? 150. അപ്പോൾ എൻ്റെ ചോദ്യം, ഈ പ്രൈസ് ഇതിനേക്കാളും കൂടുമോ കുറയുമോ? നേരത്തെ 100 കിലോഗ്രാമിന് 1 കിലോഗ്രാമിന് 25 രൂപയ്ക്കാണ് ടെൻഡൻസി. ഇപ്പം 150 അപ്പോൾ പ്രൈസ് കൂടിയാലാണോ കുറഞ്ഞാലാണോ അങ്ങനെ ടെൻഡൻസി ഉണ്ടാകുന്നത്? വിൽക്കാനുള്ള പ്രൈസ് കൂടിയാലല്ലേ. കാര്യം പ്രൈസ് കൂടിയാൽ കൂടുതൽ എന്ത് ചെയ്യും? സപ്ലൈ ചെയ്യും. അപ്പോൾ പ്രൈസ് കൂടും. നമുക്കൊരു കാര്യം അറിയാം, ആൻസർ എപ്പോഴും എന്തിന് മുകളിലായിരിക്കും? 25 മുകളിലായിരിക്കും. കാര്യം ഇതാ, 25 രൂപയ്ക്ക് 100 കിലോഗ്രാം വിൽക്കുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും 150 കിലോഗ്രാം വിൽക്കണമെങ്കിൽ 25 രൂപയ്ക്ക് കൂടുതൽ കിട്ടിയാലല്ലേ നമ്മൾ വിൽക്കത്തുള്ളൂ. അപ്പം 25 മുകളിലാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. 25 മുകളിലാണ് വില, അല്ലയോ? അത് നമുക്കറിയാം. നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, അതാണ് ഞാൻ പ്രധാനമായിട്ടും പറയുന്ന പോയിന്റ് കേട്ടോ. ആൻസർ തെറ്റായിരിക്കാൻ കേട്ടോ. ഒരിക്കലും 25 താഴെയാണോ? അല്ല. കാര്യം എന്താ? സപ്ലൈ കൂടിയാൽ പ്രൈസ് എന്ത് ചെയ്യണം? കൂടാം. പ്രൈസ് കൂടിയാലേ എന്ത് കൂടത്തുള്ളൂ? സപ്ലൈ കൂടത്തുള്ളൂ, അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് നോക്കാം ഡെൽറ്റ ക്യൂ. നമുക്ക് നോക്കാം. അപ്പോൾ പ്രൈസ് തീർച്ചയായും നമുക്ക് ആൻസർ നമുക്ക് ഒരു അസംഷനിലെത്തി, എന്താണ്? 25 കൂടുതലാണെന്ന്, അല്ലേ? ആണല്ലോ. പ്രൈസ് ഇലാസ്റ്റിറ്റി തന്നിട്ടുമുണ്ട്, ആണല്ലോ. ചോദ്യം എന്താണ്? പ്രൈസ് കണ്ടുപിടിക്കുക. വാട്ട് പ്രൈസ്, ഏത് പ്രൈസിലാണ് ഈ 150 കിലോഗ്രാം, അതായത് 150 കിലോഗ്രാം വിൽക്കുന്നത് ഏത് പ്രൈസിലാണ്? ആ വില നമുക്കറിയാം 25 രൂപയിൽ മുകളിലാണ്. കാര്യം എന്തുകൊണ്ട്? 25 രൂപയ്ക്ക് എത്രയാണ്? 100 കിലോഗ്രാം വിൽക്കുന്നതെങ്കിൽ
150 കിലോഗ്രാം വിൽക്കണമെങ്കിൽ 25 രൂപയിൽ കൂടുതലുണ്ടെങ്കിലേ നമുക്ക് ആഗ്രഹം ഉണ്ടാകത്തുള്ളൂ. നമ്മൾ ചീനിയുടെ വില പറഞ്ഞല്ലേ 25 കിലോഗ്രാം 25 രൂപയാണ് 1 കിലോ ചീനിക്ക്. അങ്ങനെയാണ് 100 കിലോഗ്രാം വിൽക്കുന്നു. ചീനിയുടെ വില കൂടിയാൽ നമ്മൾ എന്ത് ചെയ്യും? ഓടിപ്പോയത് എത്ര കിലോഗ്രാം വിൽക്കേണ്ടി താല്പര്യം ഉണ്ടാവും? 150 കിലോഗ്രാം വിൽക്കേണ്ടി വരും അല്ലേ? അതെന്താ 25 മുകളിലേക്ക് ആയാലല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ ആൻസർ നമുക്കറിയാം 25 മുകളിലോട്ടാണ് അല്ലേ? ആണല്ലോ. യെസ്. അപ്പോൾ ആൻസർ കണ്ടുപിടിക്കാൻ പോയാണ് ഡെൽറ്റ ക്യൂ. ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ ഈ ക്വാണ്ടിറ്റി തമ്മിലുള്ള ഡിഫറൻസ് ആണ് അല്ലേ? എത്രയാണ് ഡെൽറ്റ ക്യൂ? 50 150 100 എത്ര? 50 50. ക്വാണ്ടിറ്റി കിട്ടി എത്രയാണ്? ഡെൽറ്റ ക്യൂ കിട്ടി എത്ര? 50 ബൈ ഡെൽറ്റ പി. നമുക്കറിയാമോ ഇവിടുത്തെ പ്രൈസ് അറിയാം? ഇവിടുത്തെ പ്രൈസ് അറിയാമോ? പക്ഷെ ഒരു കാര്യം അറിയാം, ഇവിടുത്തെ പ്രൈസ് എത്ര കൂടുതലാണെന്ന് അറിയാം. 25 കൂടുതൽ. നമുക്കറിയാമോ യഥാർത്ഥ പ്രൈസ് എത്രയാണെന്ന് അറിയാമോ? ഇല്ല, കണ്ടുപിടിക്കണം. ഡെൽറ്റ പി നമ്മൾ എഴുതുന്നു, കണ്ടുപിടിക്കുന്നു. അറിയത്തില്ല. ഇൻറ്റു പി പ്രൈസ് എത്രയാണ്? കൊണ്ട് തന്നിരിക്കുന്ന പ്രൈസ് 25. തന്നിരിക്കുന്ന ക്വാണ്ടിറ്റി എത്രയാണ്? അതിന്റെ നേർക്കുള്ള ക്വാണ്ടിറ്റി എത്രയാണ്? 100. അതെത്രയാണ്? 2. ഇനി ക്രിയ ചെയ്യാൻ അറിയാലോ, വെട്ടിക്രിയ ചെയ്യാൻ അറിയാലോ. എങ്ങനെയാ? അതാണ് ഈ പൂജ്യം ഞാൻ വെട്ടി അല്ലേ? അല്ലയോ? ഇനി എന്താണ്? ഈ 10ഉം എന്താണ് ഈ 5 കൊണ്ട് വെട്ടി എത്രയാ? 2. അല്ലയോ? ഈ പൂജ്യം വെട്ടി, ഈ 5 ഈ 10 വെട്ടി 2 ആണല്ലോ. ഇവിടെ വെട്ടുന്നു. ഈ പൂജ്യം വെട്ടി, ഈ 5ഉം ഈ 10ഉം വെട്ടി 2. ദെൻ ഇനി നമ്മൾ എഴുതുന്നത് എന്താണ്? 25 ബൈ ഡെൽറ്റ പി ഇൻറ്റു 2 2. ഈ 2 കൂടെ കുടിക്കുമ്പോൾ 2p. 2p ഈക്വൽ ടു എത്രയാണ്? 2 ആണല്ലോ. ഡെൽറ്റ പി. ഓക്കെ ആണല്ലോ. ദെൻ ഇനി നമ്മൾ എന്താണ്? ഈ 2 ഡെൽറ്റ പി അങ്ങോട്ട് കൊണ്ടുവരുന്നു. 25 ഈക്വൽ ടു 2 ഇൻറ്റു ഡെൽറ്റ പി. എന്താ? ഈ ഡെൽറ്റ പി കൂടെ അങ്ങോട്ട് കൊണ്ടുവന്നു അല്ലേ? 2 × 2 ഡെൽറ്റ പി. അപ്പോൾ എത്ര? 4 ഡെൽറ്റ പി ഈക്വൽ ടു 25. ക്ലിയർ ആണല്ലോ? 4 ഡെൽറ്റ പി ഈക്വൽ എത്രയാണ്? 25. അപ്പോൾ ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ 4 ഡെൽറ്റ പി അല്ലേ 25? ഡെൽറ്റ പി 25 ഭാഗം 4 എത്ര കിട്ടും? 6.25 ഭാഗം 6.25 കിട്ടിയല്ലോ. ഡെൽറ്റ പി കിട്ടിയല്ലോ. 6.25 കിട്ടി. നമുക്കൊരു കാര്യം അറിയാം. എന്താണ്? പി എന്ന് പറയുന്നത് 25 മുകളിൽ നിൽക്കുവോ താഴെ നിൽക്കുവോ? അതാ പോയിന്റ്. മുകളിൽ നിൽക്കുക. എന്താ കാര്യം? 25 പ്ലസ് എന്താ കാര്യം? 25 രൂപയാകുമ്പോൾ എത്ര കിലോഗ്രാം വിറ്റു? 100 ഇല്ലയോ? അപ്പം അതിന് മുകളിലുണ്ടെങ്കിലല്ലേ 150 വിൽക്കത്തുള്ളൂ. 25 പ്ലസ് 6.25 കൂട്ടുന്നു. 25 അതിൻ്റെ 6.25 കൂട്ടും കേട്ടോ. അപ്പോൾ എത്ര കിട്ടും ആൻസർ? 31.25. മനസ്സിലായോ? അപ്പോൾ എന്താണ്? പി കിട്ടി 31.25 150 കിലോഗ്രാം സാധനം നമ്മൾ എന്ത് ചെയ്തത് വിൽക്കുന്നു. ക്ലിയർ ആണ്? ഇത് മാറുന്ന മനസ്സിലായല്ലോ, കൂടുന്ന മനസ്സിലായല്ലോ. അതെന്താ? ആ പോയിന്റാണ് ഇതിനകത്ത് പഠിക്കേണ്ടത്. 25 രൂപയായപ്പോൾ 100 കിലോഗ്രാം വിറ്റാൽ 150 ആകുമ്പോൾ 25 മുകളിലാണ്. അത് കണ്ടുപിടിച്ചത് 6.25 ആണ്. ഇപ്പോൾ കൂട്ടി വെക്കണം കേട്ടോ. ചില ആളുകൾ കുറച്ച് വെക്കും, തെറ്റാണേ അത് കേട്ടോ. യെസ്.